തക്ബീർ ചൊല്ലുക എന്നത് ദുൽഹിജ്ജ 9 സുബഹി മുതലാണ് തക്ബീറിന്റെ സമയം ആരംഭിക്കുന്നത്. ആ തക്ബീർ അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 13 അസർ വരെ, അസർ നമസ്കാരം നിർവഹിക്കുന്നത് വരെ അതിന്റെ സമയം അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. വളരെ പുണ്യമായ ഒരു ആരാധനയാണ് തക്ബീറുകൾ ചൊല്ലുക എന്നത്. നമസ്കാരത്തിന്റെ ശേഷവും അല്ലാതെയും എല്ലാം തന്നെ ഈ അറഫാ സുബഹി മുതൽ, ദുൽഹിജ്ജ 9 സുബഹി മുതൽ അത് ആരംഭിക്കുന്നു. അത് നാം ചൊല്ലാൻ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അത് പുണ്യമുള്ള ഒരു ഇബാദത്താണ് എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അറഫയുടെ പവിത്രതകളെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തത് അഹ്ലു അയ്യാം അശ്ഹുൽ ഹജ്ജ്, 12 മാസത്തിന്റെ കൂട്ടത്തില് അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്തത് ദുൽഹിജ്ജ മാസത്തെയാണ്. ആ ദുൽഹിജ്ജ മാസത്തിൽ നിന്ന് ഒരു ദിവസത്തെയാണ് അല്ലാഹു തആല അറഫയുടെ ദിവസമായി തിരഞ്ഞെടുത്തത്. അത് ദുൽഹിജ്ജ 9. ആ ദുൽഹിജ്ജ 9 വളരെ പുണ്യമുള്ള ദിവസമാണ്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ നരകമോചനം നടത്തുന്ന ദിവസമാണ് എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അറഫയുടെ ദുൽഹിജ്ജ 9 അറഫാ ദിവസം, ആ ദിവസത്തെ അല്ലാഹു തആല വളരെ മഹത്വപ്പെടുത്തി വർണ്ണിച്ച് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 197 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയത്ത് ഞാൻ ഓതുന്നില്ല, കാരണം സമയ ദൈർഘ്യം ആയതുകൊണ്ട്. മൂന്നാമത്തെ ആ അറഫാ ദിവസത്തിന്റെ പവിത്രത, അഖ്സമല്ലാഹു ബിയൗമി അറഫ, 10 ദിവസത്തെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു. വൽ ഫജ്ർ വലയാലിൻ അശർ എന്ന് പറഞ്ഞ 10 ദിവസം, അതിൽ ഒരു ദിവസം അറഫയുടെ ദിവസമാണ്. ആ അറഫ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ഒരു ദിവസത്തിൽപ്പെട്ടതാണ് അറഫ ദിവസം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നാലാമത്തത് മയ്യസല്ലാഹു അഹദൽ അയ്യാമിൽ മുഫദ്ദല ഫീ അഅമാലിഹാ വലാ ഗൈരിഹാ, മറ്റ് ദിവസങ്ങളിലെല്ലാം ഇബാദത്ത് എടുക്കുന്നതിലും പുണ്യം, മറ്റ് ദിവസങ്ങളിലെല്ലാം ആരാധനകൾ നിർവഹിക്കുന്നതിൽ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അറഫ ദിവസത്തെ ആരാധനയാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അഞ്ചാമത്തെ കാര്യം, അക്മലല്ലാഹു ഹാദൽ യൗമൽ മില്ലത വന്നിഅമത, അല്ലാഹു തആല ഈ ഇസ്ലാമിനെ പരിപൂർണമാക്കി, മില്ലത്തിനെ പരിപൂർണമാക്കി എന്ന് പ്രഖ്യാപിച്ചത് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തത് നിഅമത്തും മില്ലത്തും അഥവാ പരിശുദ്ധ ഇസ്ലാം പൂർത്തീകരിച്ച, അത് പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത്രയും മഹത്വമുണ്ട് ആ ദിവസത്തിന്. ആറാമത്തെ മഹത്വമായിട്ട് അവർ പറഞ്ഞത് അറഫ, ഞാൻ സൂചിപ്പിച്ചു. അറഫ ദിവസത്തെ നോമ്പ് കൊണ്ട് 2 വർഷത്തെ തെറ്റുകൾ മായ്ക്കപ്പെടുമെന്ന് റസൂൽ പറഞ്ഞു. ഏഴാമത്തെ പവിത്രതയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫദ്ലി ദുആഇ ഫി യൗമി അറഫ, അറഫയിൽ അടിമകൾ നടത്തുന്ന പ്രാർത്ഥന, അതിനൊരുപാട് മഹത്വമുണ്ട് എന്ന് റസൂല് പറയണമെങ്കിൽ ആ ദിവസത്തിന്റെ മഹത്വം തന്നെയാണ്. റസൂല് പറഞ്ഞല്ലോ, ഖൈറു ദുആഇ യൗമു അറഫ, അറഫയുടെ ദിവസം നടത്തുന്ന പ്രാർത്ഥന അതാണ് ഉത്തമമായ പ്രാർത്ഥന എന്ന്. അല്ലാഹു തആല തട്ടിക്കളയാത്ത പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അന്നത്തെ ആ ദിവസത്തെ പ്രാർത്ഥനയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് അറഫ ദിവസത്തിന്റെ ഒരു ഫളലായിട്ട്, ഒരു ശ്രദ്ധയായിട്ട് ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചു. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ നരകമോചനം ചെയ്യപ്പെടുന്ന ദിവസമാണ്. 9ാമത്തെ
ഫളലായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് റുക്നുൽ അഅ്ളമിൽ ഹജ്ജ്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹജ്ജു അറഫ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ. ആ ദിവസം, അങ്ങനെ റസൂൽ പറയാനുള്ളത് ആ ദിവസത്തിന്റെ മഹത്വം കണ്ടാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദുൽഹിജ്ജ 9 അറഫയാണെങ്കിൽ 10ാമത്തത് ഹജ്ജിന്റെ ഭാഷയിൽ പറയുന്നത് യൗമുൻ നഹർ എന്നാണ്. ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈദുൽ അദ്ഹയുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാട്ടിലുള്ള അല്ലെങ്കിൽ ഹജ്ജിന്റെ പുറത്തുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കർമ്മങ്ങളാണുള്ളത്. ഒന്ന് ഈദ് നമസ്കാരം തന്നെയാണ്. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് 7:30 ഇവിടെ 7:30 ഈദ് നമസ്കാരം നിർവഹിക്കുന്നത്. എള്ളിലെ ജുമാ മസ്ജിദിൽ 7 മണിക്കാണ് 7 മണിക്കാണ് എള്ളിൽ ജുമാ മസ്ജിദിൽ ഈദ് നമസ്കാരം നിർവഹിക്കുന്നത് എന്നും ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അതിൻ്റെ ഖുതുബ അത് പ്രധാനപ്പെട്ടതാണ്. ഈ 2 കർമ്മമാണ് ഈദുമായി ഈദുൽ അദ്ഹയിലെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുളിച്ച് സുഗന്ധം ഉപയോഗിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോവുക എന്നത് സുന്നത്തായ കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയുള്ളത് ഉളുഹിയ്യത്താണ്. ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് കൃത്യമായൊരു സമയമുണ്ട്. ആ സമയം നമസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷമാണ്. പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ഒരാൾ ഉളുഹിയ്യത്ത് എടുത്താൽ ആ അറവ് ഉളുഹിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല എന്ന് റസൂൽ പറയുന്നുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, എൻ്റെ ആമുഖത്ത് ഞാൻ ഓതി വെച്ച ആയത്താണത്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നമസ്കരിക്കുക, എന്നിട്ട് വൻഹർ ഫസല്ലി ലിറബ്ബിക, നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുക, എന്നിട്ട് വൻഹർ, നീ ബലി അറുക്കുക എന്നതാണ്. റസൂൽ ഇങ്ങനെയാണ് പറയുന്നത്, മൻ ദബഹ ഖബല സ്വലാത്തി ഫഇന്നമാ യദ്ബഹു ലിനഫ്സിഹി വമൻ ദബഹ ബഅദ സ്വലാത്തി ഫഖദ് തമ്മ നുസ്ബഹു വഅസ്വാബ സുന്നത്തൽ മുസ്ലിമീൻ. ഒരാള് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇറച്ചിങ് ആകട്ടെ എന്ന രീതിയിൽ നമ്മൾ അറുത്താൽ ആ അറവ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള അറവ് മാത്രമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. എന്നാൽ അത് ഉളുഹിയ്യത്തായി പരിഗണിക്കണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അത് നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാസാബ സുന്നത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നിർവഹിക്കേണ്ട സുന്നത്ത് അവർക്ക് ലഭിച്ചു എന്ന് റസൂൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ആദാബുൻ ദബ്ഹ് അഥവാ ഉളുഹിയ്യത്ത് അറിയിക്കുന്ന ചില മര്യാദകൾ നമ്മൾ പാലിച്ചിരിക്കണം. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ്. അത് മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ തയ്യാറായ ഒരു പിതാവിൻ്റെ സ്മരണയാണ് നമ്മൾ അതിൽ കൂടി പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദാബോട് കൂടി ആയിരിക്കണം അത് നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൃഗത്തോട് നീതി പുലർത്തണമെന്ന്. ഒരറബി ഉളുഹിയ്യത്ത് അറുക്കാനുള്ള ഒരാട്ടിനെ കാല് പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോകുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നാശം സംഭവിക്കട്ടെ, അതിനെ നന്നായിട്ട് മരിക്കാൻ, ജീവൻ പോകാനുള്ള ഒരു അവസരം കൊടുത്തുകൂടെ നിനക്ക് എന്ന്. അപ്പോൾ നമ്മൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്, വളരെ മാന്യമായ രീതിയിൽ ആ മൃഗത്തോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ